ഇടത് ഹാൻഡിലുകളിൽ നിന്ന് സൈബർ അറ്റാക്കിംഗ് ഉണ്ടാകുന്നുണ്ട്. മന്ത്രിയുടെ വിമർശനം, മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു വിമർശനമുണ്ട്, കളിയാക്കലുണ്ട്. അതിനെയൊക്കെ എങ്ങനെ കാണുന്നു? അല്ല, ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പം പണ്ട് സ്കൂൾ ബസ്സിൽ പോകുമ്പം ആദ്യം കേട്ട പേര് മേയർ ശിവൻകുട്ടി എന്നുള്ളതാണ്. അപ്പോൾ ആ മേയറായിട്ടിരുന്ന ശിവൻകുട്ടി സാറ് എന്നെപ്പോലെ ഒരാൾ 25 നമ്പർ വാർഡിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ പറയുന്നത് ശരിയാണെന്നുള്ള അദ്ദേഹം മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസും CPM തമ്മിലാണ് ഡീൽ, അതുകൊണ്ടാണ് കോൺഗ്രസും BJP തമ്മിലാണ് ഡീല്, അതുകൊണ്ടാണ് എന്താ പറയുക BJP കോൺഗ്രസ് ആദ്യമേ സ്ഥാനാർത്ഥി ഉറയ്ക്കുന്നത്. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, PM ശ്രീയുടെ ഡീല് നടത്തിയത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും BJPയും കൂടെയാണ്. RSSൻ്റെ അജണ്ട ഒളിച്ചു കടത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അതിൽ തെറ്റുപറ്റി ശിവൻകുട്ടിക്കെന്ന് പറഞ്ഞത് ശ്രീ M.V. ഗോവിന്ദൻ മാസ്റ്ററാണ്. നിങ്ങളടക്കം AK സെൻറ്ററിൽ വിളിച്ചിരുന്ന നിങ്ങളോട് അദ്ദേഹം ബൈറ്റ് കടത്തത് CPM തെറ്റുപറ്റി എന്നുള്ളതാണ്. അപ്പം ആർക്ക് തെറ്റുപറ്റിയെന്ന ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്? ശിവൻകുട്ടി മിനിസ്റ്റർക്കാണ്. അപ്പം ആ വലിയ തെറ്റ് ഇനി എത്ര കാലം അദ്ദേഹം എന്ത് പുണ്യപ്രവൃത്തി ചെയ്താലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായത്തില്ല. അതുകൊണ്ട് ശിവൻകുട്ടി മിനിസ്റ്റർ കേരളത്തിനോടും പ്രത്യേകിച്ച് അദ്ദേഹത്തെ നിയമത്തിൽ നിന്ന് വിജയിപ്പിച്ച വോട്ടർമാരോടും ഈ PM ശ്രീയിൽ BJPയോടൊപ്പം നിന്നുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇലക്ഷൻ ഇറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വളരെ വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം എന്തായാലും പറഞ്ഞില്ലേ, മേയർ ശിവൻകുട്ടി അന്ന് കൊച്ചായിരുന്നപ്പോൾ ഇങ്ങനെ മേയർ ശിവൻകുട്ടി എന്ന് കേട്ട ആൾ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ചെറിയ വിഷമം. അത് കുഴപ്പമില്ല, നേരിൽ കാണുമ്പോൾ സ്മാരിക്കണം. ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ മാലിന്യ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് വരിക. ഇവിടെ ഇപ്പോൾ അമേജൻ തോടാവട്ടെ, പാർവതി പുത്തനാറാവട്ടെ, ഇപ്പോഴും ആ പ്രശ്നം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ ആയിരിക്കുമോ നിങ്ങളുടെ പ്രചാരണത്തിൽ വരിക? തീർച്ചയായും തിരുവനന്തപുരത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ട്. നിങ്ങളെ പറഞ്ഞ മാലിന്യമുണ്ട്, ഇവിടെ നമ്മുടെ തെരുവുനായയുടെ വിഷയമുണ്ട്, റോഡുകളുടെ വിഷയമുണ്ട്, വീടുകളുടെ വിഷയമുണ്ട്, പ്രായമുള്ള ആളുകളുടെ വിഷയം. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ ഈ മത്സരിക്കുന്ന കവടിയാർ വാർഡ്, ഇപ്പോൾ എൻ്റെ തന്നെ കൂട്ടുകാരടക്കം എത്രയോ ആളുകൾ എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചവർ, എൻ്റെ കൂടെ സ്കൂളിൽ ട്യൂഷന് വന്നവരൊക്കെ അവരൊക്കെ വിദേശത്താണ്. പല ആളുകളും പല ആവശ്യങ്ങൾക്ക് എന്നെയാണ് വിളിക്കുന്നത്. എൻ്റെ വീട്ടിലൊരു കാര്യമുണ്ട്, ഒരു പേപ്പറുണ്ട്, ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് കേരളത്തിൽ പ്രായമുള്ള ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തിരുവനന്തപുരത്തൊക്കെ അവർക്കൊരു അഭയമില്ല. എൻ്റെ വീട്ടുപേര് അഭയം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത്. കവടിയാർ വാർഡിലെ പ്രായമുള്ള മക്കളില്ലാത്ത മക്കൾ വെളിയിലുള്ള ആ ആളുകൾക്കൊരു അഭയമായിട്ട് ഞാൻ ഉണ്ടാകുമെന്നൊരു വാഗ്ദാനം നൽകുകയാണ്. അതോടൊപ്പം തിരുവനന്തപുരത്തെക്കുറിച്ച് കൂടുമ്പോൾ ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന നാളെയുടെ നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുവാനുള്ള പദ്ധതികളുമായി UDF മുന്നോട്ട് വരും. അത് കൃത്യമായിട്ട് മാനിഫെസ്റ്റോയിലൂടെയൊക്കെ ലീഡർഷിപ്പ് പറഞ്ഞോളൂ, ഞാൻ പറയേണ്ടതല്ല. പക്ഷേ നാളെയുടെ നഗരം എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന നഗരം, അതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരാശയം.